ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം പിന്നിട്ടിട്ടും ഫോട്ടോഗ്രാഫർമാർക്ക് വേതനം ലഭിച്ചില്ല. ഫോട്ടോഗ്രാഫർമാർ കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഫോട്ടോഗ്രാഫർമാരെ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യാനായി നിയമിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും വേതനം നൽകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും ജോലി ചെയ്തതിന്റെ വേതനം കിട്ടിയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് കരാറടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ടിരുന്ന ഫോട്ടോഗ്രാഫർമാർ പറയുന്നത്. വേതനം നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കളക്ടറേറ്റിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അധികം ആളുകളെ സംഘടിപ്പിക്കാതെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം 28 ദിവസം കഴിഞ്ഞാൽ വേതനം കിട്ടുമെന്ന് ഉറപ്പ് ലഭിച്ചതനുസരിച്ചാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോഗ്രാഫർമാർ തെരഞ്ഞെടുപ്പ് സമയത്ത് രാവിലെ മുതൽ രാത്രി വരെയും ജോലി നോക്കിയത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്തും ഇതേ അനുഭവം തന്നെയാണ് ഇവർക്കുണ്ടായതെന്നും ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞു. പ്രതിഷേധമായിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. പാർലമെന്റ് ഇലക്ഷന്റെ ക്യാമറ വർക്ക് ചെയ്ത വീഡിയോഗ്രാഫേഴ്സിന് ആർക്കും 5 മാസമായി ഇതുവരെ ശമ്പളം കൊടുത്തിട്ടില്ല. ഒരു കൊല്ലം ജില്ലയിൽ ഒരു പ്രളയത്തിന്റെ പശ്ചാത്തലമായതുകൊണ്ടാണ് ഞങ്ങൾ 2-3 പേര് കൂടി മാത്രം ഒരു ചെറിയ പ്രതിഷേധം അറിയിക്കുക. കഴിഞ്ഞ അസംബ്ലിയിലും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ സമരം ചെയ്ത ഒരാളാണ്. അതിനുശേഷം ബില്ല് മാറിയത്. വർഷങ്ങളായിട്ട് നടന്നു വരുന്നത് ഡിജിറ്റലൈസ്ഡ് ആയിട്ട് കാശ് കൊടുക്കാൻ സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു ബിനാമിയെ വെക്കുക, കരാറുണ്ടാക്കുക, അവർക്ക് കൊടുത്തെന്ന് പറയുക, കൊടുത്തില്ലെന്ന് പറയുക, 6 മാസം ഈ ജോലി തന്നെ നടത്തിക്കുക. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഡേ മാത്രം വർക്കിന് പോയ ഒരാളാണ്. ഇവരൊക്കെ ഡേ ആൻഡ് നൈറ്റ് വർക്കിന് പോയരാ. 12, 24 മണിക്കൂറൊക്കെ വർക്കിന് ത്രൂ ഔട്ട് വർക്കിന് പോയി. അവർ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടല്ലേ ഈ ജോലിക്ക് ഇറങ്ങിയത്. അവർക്ക് മറ്റൊരു തൊഴിലിന് പോകാനുള്ള ഒരു കുറവുണ്ട്, അവയർനെസ് കുറവുണ്ടല്ലേ. അവർക്ക് ക്യാമറ വർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഈ ജോലിക്ക് ഇറങ്ങുന്നു. അപ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നത് മര്യാദ. മറ്റ് മാസശമ്പളമുള്ള എല്ലാവർക്കും ശമ്പളം കൊടുത്തു കഴിഞ്ഞു. അവർ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്ത ടീച്ചേഴ്സിനെല്ലാം ശമ്പളം കൊടുത്തു. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ എല്ലാ ഇലക്ഷൻ 5 മാസം 6 മാസം ഇട്ടിട്ട് ശമ്പളം തരുന്നില്ല? ഞങ്ങൾ ഈ വീഡിയോഗ്രാഫി ആയിട്ട് കഴിയുന്നവരെ ചെലവ് അങ്ങനെ നടക്കും. ഇക്കുറി എങ്കിലും തടസ്സം കൂടാതെ വേതനം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഇപ്രാവശ്യവും ജോലി നോക്കിയത്. എന്നാൽ ഇക്കുറിയും ഇവർക്ക് പട്ടിണിക്കാലമാണ് തെരഞ്ഞെടുപ്പ് നൽകിയത്. പലരും ക്യാമറകൾ വാടകയ്ക്കെടുത്താണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ജോലി നോക്കിയത്. എന്നാൽ വാടക പോലും കൊടുക്കാൻ കഴിയാതെ അവസ്ഥയിലായിരുന്നു അവർ. എന്നിട്ട് പോലും അധികാരികൾ ഇവർക്ക് മുകളിൽ കണ്ണു തുറന്നില്ലെന്ന് ഫോട്ടോഗ്രാഫർ ജിജുമോൻ പറഞ്ഞു. ക്യാമറ വാടക കൊടുക്കേണ്ട എത്ര പേരുണ്ടെന്ന് അറിയാം. സ്വന്തം ക്യാമറ ഇല്ലാതെ ക്യാമറ വാടകയ്ക്ക് എടുത്തുകൊണ്ടൊന്ന് ഈ വർക്ക് ചെയ്ത ഒത്തിരി പേരുണ്ട്. അവർ ക്യാമറയുടെ വാടക എങ്ങനെ കൊടുക്കും? നിത്യ ചെലവിനുള്ള കാശില്ലാത്തതുകൊണ്ടാണ് അവർ ഈ പണിക്ക് വരുന്നത്. തുച്ഛമായ ശമ്പളത്തിലായി ജോലിക്ക് വരുന്നത്. അപ്പം ഒരുമിച്ചൊരു 1000-2000 രൂപ വെച്ച് ഒരുമിച്ച് 10,000 രൂപ കിട്ടും, 20,000 രൂപ കിട്ടും. 10 ദിവസം പോകുമ്പോൾ 20,000, 20 ദിവസം പോകുമ്പോൾ 45,000 രൂപ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ വരുന്നത്. അവരുടെ കയ്യിൽ നിന്ന് എണ്ണ അടിച്ച്, കടം മേടിച്ച്, പെട്രോൾ മേടിച്ച, നിത്യ ചെലവിൻ്റെ ഊണിൻ്റെ പൈസ മേടിച്ചാൽ അവർ വരുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? 6 മാസം 5 മാസം കഴിഞ്ഞപ്പോൾ ആലോചിക്കണം. ഇവരെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇനിയെങ്കിലും വരുന്ന അസംബ്ലിയിലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. അവരുടെ പൈസ അതാത് ദിവസം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം ന്യൂസ്.